Hi students, today onwards we will study third module. In this chapter we will discuss about Python functions. In any programming language, functions is a group of instructions, programming instructions, or a sequence of programming instructions to perform a particular task written separately from the main program, which is repeatedly occur in the main program. Or we can say that functions are self-contained programs that perform some particular task. Once a function is created by the programmer or a specific task, these functions can be called any time to perform the task. Normally functions nu parayna say programming techniques. In these techniques we are writing a group of instructions or self-contained programs separately from the main program to perform a particular task, and this group of instruction is known as a function. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ എന്താ പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വൺസ് എ ഫംഗ്ഷൻ ഇസ് ക്രിയേറ്റഡ് ഓർ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ്, we can or these functions can be called any time to perform the task. ഏത് ടാസ്കിന് വേണ്ടിയിട്ടാണോ ഈ ഫങ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഫങ്ഷൻ എവിടെയൊക്കെ നമുക്ക് മെയിൻ പ്രോഗ്രാമിനകത്ത് റിപ്പീറ്റഡ് ചെയ്യണോ അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവോക്ക് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. For example, suppose we want to perform a task several times in such situations, rather than writing codes for that particular task repeatedly, we create a function for that task and call it when we want to perform that task. For example, നമുക്കൊരു പ്രോഗ്രാമിനകത്ത് വലിയൊരു ലെങ്തി പ്രോഗ്രാമാണ്. ആ ലെങ്തി പ്രോഗ്രാമിനകത്ത് 4 സിറ്റുവേഷനാണ്, 4 സ്ഥലങ്ങളിൽ നമുക്ക് ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ് കാണണം. ഡിഫറെൻറ്റ് നമ്പേഴ്സിനകത്ത് ലാർജസ്റ്റ് നമ്പർ കാണണം. ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടല്ല നമ്മൾ നെക്സ്റ്റ് ടൈം ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ് കാണുന്നത്. അങ്ങനെ ഓരോ സിറ്റുവേഷൻസിനും നമ്മൾ 4 ഡിഫറെൻറ്റ് ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ് കാണേണ്ട ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 10 സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 10 ലൈൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 4 സ്ഥലത്തും ഇത് റിപ്പീറ്റഡ് ആയിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 40 ലൈൻസ് അതിനു വേണ്ടി മാത്രം വരും. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 4 സ്ഥലത്തും നമ്മൾ റൈറ്റ് ചെയ്യുന്നതിന് പകരം സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ചെയ്യും. മെയിൻ പ്രോഗ്രാമിനകത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ഈ ഒരു ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ് കാണേണ്ട 10 ലൈൻസ് യൂസ് ചെയ്തിട്ട് കാണേണ്ട ഒരു പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യും. അതിന് നമ്മൾ എന്ത് പറയും, ഫങ്ഷൻസ് എന്ന് പറയും. ആ ഫങ്ഷന് എന്തുണ്ടായിരിക്കും, ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ടായിരിക്കും, അതിനാണ് ഫങ്ഷൻ നെയിം എന്ന് പറയും. ഇനി മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ റിപ്പീറ്റഡ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, ജസ്റ്റ് ഈ ഫങ്ഷൻ നെയിം കോൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും പ്രാവശ്യം ഈ 10 ലൈൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ കൊണ്ട് ഫങ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ആക്ച്വലി എന്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് ഫങ്ഷൻ ഇസ് എ ഗിവൺ നെയിം യൂസിങ് വിച്ച് വി ക്യാൻ കോൾ ഇറ്റ്. അപ്പോൾ ഓരോ ഫങ്ഷനും എന്തുണ്ടായിരിക്കും, ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ടായിരിക്കും. ആ നെയിം യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഫങ്ഷനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത്. ഫങ്ഷൻസ് മേ ഓ മേ നോട്ട് റിട്ടേൺ എ വാല്യൂ. ഓരോരോ ഫങ്ഷനും എന്തുണ്ടായിരിക്കും, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ വാല്യൂ എന്ത് ചെയ്യണമെന്നില്ല, റിട്ടേൺ ചെയ്യണമെന്നില്ല. സോ ദിസ് ഈസ് ദി ബേസിക്സ് ഓഫ് എ ഫങ്ഷൻസ്. അപ്പം പൈത്തനകത്ത് നമ്മൾ എന്ത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട് എന്ന് നോക്കാം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്താണ് അത് നോക്കാം. ഫങ്ഷൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഫങ്ഷൻസ്. There are many advantages of using functions. First one, reduce the duplication of code in a program. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ
40 ലൈൻസ് വരേണ്ട സ്ഥലത്ത് നമുക്ക് എന്തായി മാറും, 10 ലൈൻസ് ആയിട്ട് മാറും. അപ്പോൾ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ എന്ത് എഴുതിയാൽ മതി, ഒരു ഫങ്ഷൻസ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ്ലി റൈറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം മാത്രം എഴുതി കഴിഞ്ഞിട്ട് എഴുതിയാൽ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഡ്യൂപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഫങ്ഷൻസ് reduces the duplication of code in a program. And second thing is, second advantage is, they break the large complex programs into small portions, small parts. So big programs can be written separately as a functions. അപ്പം വലിയ പ്രോഗ്രാംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെങ്തി പ്രോഗ്രാംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്സ് ഇൻ ടു സ്മോൾ ഫങ്ഷൻസ്, സ്മോൾ ഫങ്ഷൻസ്, ചെറിയ ഫങ്ഷൻസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഫങ്ഷൻസിനും ഓരോ പർട്ടിക്കുലർ ടാസ്ക് ആക്കിയിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സോ വലിയൊരു ലെങ്തി കോംപ്ലക്സ് പ്രോഗ്രാംസിനെ നമുക്ക് സിംപ്ലർ ഫങ്ഷൻസ് ആയിട്ട് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആക്കി എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി കഴിഞ്ഞാലോ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം നമുക്ക്. ദേ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ദി ക്ലാരിറ്റി ഓഫ് കോഡ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. വേറെ ഏതൊരു പ്രോഗ്രാമർക്കും ആ കോഡ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് റീഡബിലിറ്റി, വി ക്യാൻ ഇംപ്രൂവ് ദ റീഡബിലിറ്റി ഓഫ് എ പ്രോഗ്രാം. റീഡബിലിറ്റി മാത്രമല്ല, അതിനെ നമുക്ക് ഡീബഗ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. എവിടെയാണ് ബഗ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യത്തിനകത്തും നമുക്ക് എളുപ്പമുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇസ്, എ പീസ് ഓഫ് കോഡ് ക്യാൻ ബി റീയൂസ്ഡ് ആസ് മെനി ആസ് ടൈം we want with the help of a function. നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. അതിന് ലിമിറ്റേഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് എ ഫങ്ഷൻസ്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഇൻ മെനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് there are two types of functions are available. One is built-in functions and second one is user-defined functions. Built-in functions are functions which is already defined in the Python programming language. We can directly call them to perform a specific task. For example, printf എന്ന് പറയുന്ന സാധനം built-in function ആണ്. ആ built-in function എന്ന് പറഞ്ഞാൽ ആക്ച്വലി കമ്പൈലറിൻ്റെയോ ഇൻ്റർപ്രിറ്ററിൻ്റെയോ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്ന ഫങ്ഷൻസ്. യൂസർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, യൂസർ കനോട്ട് ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ഫങ്ഷൻസ്. ആ ടൈപ്പ് ഫങ്ഷന് യൂസറിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. എനിവേ, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആർ ഫങ്ഷൻസ് വിച്ച് ഈസ് ഓൾറെഡി അവൈലബിൾ ഇൻ ദി ഇൻ്റർപ്രിറ്റർ. ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഐഡിലിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആവുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, printf, input, type, int, these are the built-in functions available. ഇത് മാത്രമല്ല, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കും. സോ നെക്സ്റ്റ് ഇസ് user-defined functions. User-defined functions are functions which is defined by a programmer itself using def code. Definition എന്ന് പറഞ്ഞാൽ കീവേഡ് യൂസ് ചെയ്തിട്ട് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, യൂസർ ഡിഫൈൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ചില ടെക്സ്റ്റിനകത്തൊക്കെ നമുക്ക് വേറൊരു ടൈപ്പ് ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ദാറ്റ് ഈസ് ലാംഡ ഫങ്ഷൻസ്. ലാംഡ ഫങ്ഷൻസ് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാതെ, യൂസർ ഡിഫൈൻ ചെയ്യാതെ, അത് DEF എന്ന് പറഞ്ഞ ഡെഫിനിഷൻ കീവേഡ് യൂസ് ചെയ്യാതെ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിനാണ് എന്ത് പറയുന്നത്, ലാംഡ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ചില ടെക്സ്റ്റിനകത്തൊക്കെ അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്തു ലാംഡ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. എനിവേ, മെയിൻലി ദർ ആർ 2 types of functions available in Python language. One is built-in functions. These kind of functions are already available with the interpreter itself. And next one is user-defined functions. These functions are defined by the programmer itself using a keyword DEF. Okay. ഇനി നമുക്ക് built-in functions എന്താണെന്ന് നോക്കാം. Python functions തന്നെയാണ് നോക്കാം.
Python provides a collection of standard Python built-in functions. Python provides a collection of standard code stored in libraries called modules. Programmers can use part of this library code within the on code to build sophisticated program. Built-in function എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലൈബ്രറി ഫങ്ഷൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇൻ്റർപ്രിറ്ററിൻ്റെ കൂടെ അവൈലബിളായി കിട്ടുന്ന ഫങ്ഷൻസിനാണ് എന്താ പറയുന്നത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. മോഡ്യൂൾസ് ആയിട്ട് എന്തുണ്ടായിരിക്കും, അവൈലബിൾ ആയിരിക്കും. പ്രോഗ്രാമർ can use part of this library code within their own code to build sophisticated program. പ്രോഗ്രാമറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോഡ്യൂൾസിന് അവരുടെ സ്വന്തം പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ലൈബ്രറി കോഡ്സ് എവിടെയായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പിന്നെ മോഡ്യൂൾസ് എവിടെയായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, ഇൻ്റർപ്രിറ്ററിൻ്റെ കൂടെ ലൈബ്രറി ഫയൽസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവും. These functions include print, input, eval, int, float, range and type etc. ഇത് മാത്രമല്ല ഒരുപാട് ഫങ്ഷൻസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഫങ്ഷൻസൊക്കെ നമുക്ക് എന്താണ് പ്രിൻ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. Python standard library includes many other functions useful for common programming tasks. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Normally a function has three important parts. First one is name. എല്ലാ ഫങ്ഷനും എന്തുണ്ടായിരിക്കും, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ ഇസ് നെയിം. എവറി ഫങ്ഷൻ ഹാസ് എ നെയിം ദാറ്റ് ഐഡൻറ്റിഫൈസ് ദ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ഏത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു നെയിം ഉണ്ടായിരിക്കും. ആ ഫങ്ഷൻ നെയിം എന്ന് തന്നെ പറയും. ആ ഫങ്ഷൻ നെയിം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിനെ ഇൻവോക്ക് ചെയ്യുന്നതും കോൾ ചെയ്യുന്നതൊക്കെ. അപ്പം ഫങ്ഷൻ നെയിം യൂസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ പരിപാടികളും ചെയ്യുന്നത്. അപ്പോൾ ഏത് ഫങ്ഷൻ എന്തുണ്ടായിരിക്കും, ഒരു യൂണിക് നെയിം ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് കോൾഡ് ഫങ്ഷൻ നെയിം. ഫങ്ഷൻ നെയിംസ് ഫോളോ ദി സെയിം റൂൾ ആസ് വേരിയബിൾ നെയിംസ്. ഫങ്ഷൻ റൂൾ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വേരിയബിൾ സെലക്ട് ചെയ്യുന്ന അതേ റൂൾസ് യൂസ് ചെയ്തിട്ടാണ്. വേരിയബിൾ എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് വിത്ത് ആൽഫബറ്റ്, സ്മോൾ ലെറ്ററും ഇത് ഇത്ര ലെറ്ററിൻ്റെ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് റൂൾസ് പറഞ്ഞിട്ടുണ്ട്. കീവേഡ്സ് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതൊക്കെ ഇതിന് ഫോളോ ചെയ്യണം. ഫങ്ഷൻ നെയിം സെലക്ട് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യണം. നെക്സ്റ്റ് വൺ ഇസ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. എ ഫങ്ഷൻ മസ്റ്റ് കോൾ വിത്ത് എ സർട്ടൻ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ഫങ്ഷൻ എപ്പം കോൾ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു certain number of parameters യൂസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഈച്ച് പാരാമീറ്റർ മസ്റ്റ് ബി കറക്റ്റ് ടൈപ്പ്. എല്ലാ പാരാമീറ്ററും എന്തായിരിക്കണം, കറക്റ്റ് ടൈപ്പ് ആയിരിക്കണം. നമ്മൾ ആ ഫങ്ഷനകത്ത് കൊടുക്കുന്ന ടൈപ്പ് തന്നെ ആയിരിക്കണം. അപ്പം പാരാമീറ്റേഴ്സ് ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും ഒരു ഫങ്ഷൻ എന്തുണ്ടായിരിക്കും, ഒരു ഫങ്ഷൻ നെയിം ഉണ്ടായിരിക്കും, ഒരു ബ്രേസ് ഉണ്ടായിരിക്കും. ആ ബ്രേസിനകത്ത് കൊടുക്കുന്ന വാല്യൂസിനാണ് നമ്മൾ എന്താ പറയുന്നത്, പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് തിങ്, result type or return type. A function returns a value to its caller. ഫങ്ഷൻ എവിടെ നിന്നാണോ കോൾ ചെയ്തിരിക്കുന്നത് അവിടത്തേക്ക് എന്ത് റിട്ടേൺ ചെയ്യാം, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാം. A function returns a value to its caller. Generally, a functions will compute a result and return the value of the result to the client. Normally, we are invoking a functions with arguments or parameters. And the instructions within the functions accept the arguments and process these arguments according to the instructions written in the functions, and finally it returns a value into the client. അപ്പോൾ ആരാണോ വിളിച്ചിരിക്കുന്നത് ആ വിളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, ഈ ഫങ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. The client uses this result must be compatible with the functions സ്പെസിഫൈഡ് റിസൾട്ട് ടൈപ്പ്. ഫങ്ഷൻസിൻ്റെ റിസൾട്ട് ടൈപ്പ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അതേ ടൈപ്പ് തന്നെയായിരിക്കും ഇത് ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. ഫങ്ഷൻസ് റിസൾട്ട് ടൈപ്പ് ആൻഡ് പാരാമീറ്റർ ടൈപ്പ് ക്യാൻ ബി കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ്. ഫങ്ഷനകത്ത് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന വാല്യൂവിൻ്റെ ടൈപ്പും
അത് റിട്ടേൺ ചെയ്യുന്ന ടൈപ്പും എന്തായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കും. അതൊരിക്കലും അതിന് ഒരു ബന്ധവുമില്ല, രണ്ടും രണ്ടാകാം. നെക്സ്റ്റ് വൺ, ദീസ് ആർ ദി built-in functions available in the Python interpreter. ഇപ്പം പൈത്തൺ ഇൻ്റർപ്രിറ്ററിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ആണിത്. ഓരോ വേർഷൻസ് കഴിയുമ്പോഴും ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാം. നിങ്ങൾ ഇതിനകത്ത് നോക്കൂ, ഓൾറെഡി നമ്മൾ കുറേ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫെമിലറൈസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്താ, പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ഇതിനകത്ത് കാണാൻ പ്രിൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് നമ്മൾ പഠിച്ചാലേ. പിന്നെ ഇവാലുവേറ്റ്, ഇൻറ്റ്, പിന്നെ ടൈപ്പ് കാണാമല്ലോ, TYPE, ടൈപ്പ് അല്ലേ. ഇത്രയും ഫങ്ഷൻസ് എന്തിനാണ്, ബിൽറ്റ്-ഇൻ ഫങ്ഷൻസാണ്. അതൊക്കെ ഇൻ്റർപ്രിറ്ററിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് എന്ത്, ഈ ഫങ്ഷൻസൊക്കെ. സോ ദീസ് ആർ ദി ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ്. ഇനി ഓരോന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐഡിയലിൻ്റെ ഹെൽപ്പോട് കൂടെ തന്നെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇസ് പ്രിൻറ്റ് ഫങ്ഷൻസ്. ഇറ്റ്സ് എ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് used to print the string into a standard output device. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, വാല്യൂസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽറ്റ്-ഇൻ ഫങ്ഷനാണ് എന്ത്, പ്രിൻ്റ് എന്ന് പറയുന്നത്. വി ഡോണ്ട് തിങ്ക് വി നീഡ് ടു എക്സ്പ്ലെയിൻ ഇൻ ദിസ് എനിമോർ, കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പം പ്രിൻ്റ് കോഡ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കോഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആർഗ്യുമെൻ്റായിട്ടൊരു സ്ട്രിങ്ങാണ് കൊടുക്കുന്നത്. ഈ സ്ട്രിങ് അതേപോലെ തന്നെ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിനകത്തേക്ക് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദി ഫങ്ഷൻ. ഇതാണ് ഈ ബിൽറ്റ്-ഇൻ ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് കണ്ടല്ലേ, ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഇത് ഫങ്ഷൻ നെയിം, ഇത് ഫങ്ഷൻ നെയിം ഓർത്തത്. ഇതെന്തായിരിക്കും, ആർഗ്യുമെൻറ്റ് ഓർ പാരാമീറ്റർ. ആർഗ്യുമെൻറ്റ് ഓർ പാരാമീറ്റർ. അപ്പോൾ ആർഗ്യുമെൻ്റായിട്ട് ഇവിടെ കൊടുക്കുന്നൊരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് അതേപോലെ തന്നെ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിനകത്തേക്ക് പ്രിൻ്റ് ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ പ്രിൻറ്റ് ഈസ് എ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് വിച്ച് ഈസ് used to print or display its parameter into standard output device, that is screen അല്ലേ. സ്ക്രീനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു. അതാണ് ഫങ്ഷൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏതാണ് നോക്കാം. ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫങ്ഷൻസ് ആൾസോ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് യൂസ് ടു റീഡ് സ്ട്രിങ് ഫ്രം എ കീബോർഡ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് കീബോർഡിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രിങ് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽറ്റ്-ഇൻ ഫങ്ഷനാണ് എന്ത്, ഇൻപുട്ട് എന്ന് പറയാം. ഇവിടെ നോക്കിയാൽ ഇൻപുട്ട് എൻ്റർ എ നമ്പർ. നമുക്കപ്പം അതേപോലെ തന്നെ എന്ത് ചെയ്യും, സ്ക്രീനിൽ ഇതേപോലെ ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് ഇറ്റ് വെയിറ്റ് ടു ആക്സെപ്റ്റ് എ നമ്പർ ഫ്രം കീബോർഡിനകത്ത് നിന്ന് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നവരെ എന്ത് ചെയ്യും, ഈ സാധനം വെയിറ്റ് ചെയ്യും. നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് നെക്സ്റ്റ് ലൈനിലേക്ക് പോവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അത് ആ സമയത്ത് മാത്രം എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻപുട്ട് എൻ്റർ നെയിം, എൻ്റർ നെയിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. കഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. കഴ്സർ എന്തിനാണ് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത്, വാല്യൂ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യാത്തടത്തോളം കാലം എന്ത് ചെയ്യും, ഇതിങ്ങനെ തന്നെ നിൽക്കും. 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ 5 എൻ്റർ ചെയ്യുന്നവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇറ്റ് വെയിറ്റ്സ്. മനസ്സിലായോ? അപ്പോൾ അതാണ് എന്ത്, ഇൻപുട്ട് തന്നെ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ്. നെക്സ്റ്റ് ഇസ് ഇൻറ്റ്. നോർമലി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വാല്യൂ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്ന അത് നമ്പർ ആയിരിക്കത്തില്ല. അതെന്തായിരിക്കും,
അതെപ്പോഴും സ്ട്രിങ് വാല്യൂസ് ആയിരിക്കും. ആ സ്ട്രിങ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ഇൻഡിജർ വാല്യൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇൻഡിജർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ അങ്ങനെ ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് യൂസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇൻറ്റ്. ഇന്നിൻ്റെ ഫംഗ്ഷൻ കൂടെ നോക്കി നോക്കാൻ നമുക്ക് കണ്ടില്ലേ, ഇൻറ്റ് 7 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും, 7 ഇവിടെ എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കറസ്പോണ്ടിങ് ഇൻഡിജർ വാല്യൂ ആയിട്ട് നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. എ ഈക്വൽ ടു എന്താണ് ഇൻപുട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ നമ്പർ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പർ നമ്മൾ 34 എൻ്റർ ചെയ്തു. ബി ഈക്വൽ ടു സെക്കൻഡ് നമ്പർ എൻ്റെ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞു 45 എൻ്റർ ചെയ്തു. അപ്പോൾ എക്കും ബിക്കും വാല്യൂ ചെയ്യും. ഇവിടെ നമുക്ക് പ്രിൻറ്റ് എ പ്ലസ് ബി നിർത്താലോ. സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 34 + 45 അല്ലേ, 89 കിട്ടണം. പക്ഷേ 79 കിട്ടണം. അതൊരിക്കലും കിട്ടില്ല. എന്താ പറയുക നോക്കി നിങ്ങൾ 3 4 4 5 ഇത് ആക്ച്വലി എന്ത് ചെയ്യുക ചെയ്യുന്നത്, കോൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക. കാരണം 34 എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്ട്രിങ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 45 എന്ന് പറഞ്ഞ വാല്യൂ എന്തായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്ട്രിങ് ആയിട്ടാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, നമുക്ക് ആക്ച്വൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡിജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കൊരു വേറൊരു വേരിയബിൾ എടുക്കാം. സി ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് എ പ്ലസ് ഇൻറ്റ് ഓഫ് ബി പ്രിൻറ്റ് സി. എന്ത് കിട്ടി, 79 കിട്ടി. കാരണം എൻ്റെ റീസൺ എന്താ, എനെയും ബിനെയും നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, ഇൻഡിജർ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ദി യൂസ് ഓഫ് ഇൻറ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടൈപ്പ്. ഇപ്പോൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഇറ്റ് റിട്ടേൺസ് ദ ടൈപ്പ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഇപ്പം നോക്കാം, ടൈപ്പ് ഓഫ് എ എന്താണെന്ന് നോക്കാം. എ എന്തായിട്ടാണ് ടൈപ്പ്, സ്ട്രിങ് ആയിട്ടാണ്. ടൈപ്പ് ഓഫ് ബി ഇറ്റ് ഓൾസോ സ്ട്രിങ്, ഇറ്റ് റിട്ടേൺസ് സ്ട്രിങ്. ഇനി ടൈപ്പ് ഓഫ് സി എന്താണെന്ന് നോക്കി നോക്കും. ടൈപ്പ് ഓഫ് സി ഷുഡ് ബി ആൻ ഇൻഡിജർ വാല്യൂ, ഇൻറ്റ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ടൈപ്പ് എന്താ പറയുന്നത്, ഇത് ഡിക്ഷണറി എന്ന് പറഞ്ഞ വേരിയബിളാണ് അല്ലേ. അതേപോലെ തന്നെ ടൈപ്പ് സ്ക്വയർ ബ്രേസ് ആണെന്നുണ്ടെങ്കിലോ, അല്ല സ്ക്വയർ ബ്രേസ് എന്താ ലിസ്റ്റാണിത്. ടൈപ്പ് ട്യൂപ്പിളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്ത്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ ഇസ്, ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച സാധനങ്ങളാണ്. ഇനി അതുപോലെ ഇവാലുവേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാത്ത കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് അബ്സല്യൂട്ട്, ABS. It's a built-in functions which returns the absolute value of the argument. ആർഗ്യുമെൻ്റ് എന്താണ് കൊടുക്കുന്നത്, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്തായിരിക്കും, റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ ABS -7 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് പ്രിൻറ്റ് ചെയ്യും, 7 ആയിട്ട്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 7 ആണ്. ABS 7 എന്ന് പറഞ്ഞാൽ 7 ആയിട്ട് തന്നെ വരും. ABS 0 എന്ന് പറഞ്ഞാൽ 0 റിട്ടേൺ ചെയ്യും. മനസ്സിലായോ? അതാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ബൈനറി, bin is a built-in function which returns a binary string.
ഇപ്പോൾ ബിൻ 7 എന്ന് പറഞ്ഞാൽ 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തായിരിക്കും ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്താണ്? 1 1 1 ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വെരിഫൈ ചെയ്ത് വെക്കാം. ബിൻ 6 നോക്കാം. 6ൻ്റെ 110 ആണ് കേട്ടോ. ഇറ്റ് റിട്ടേൺസ് 0B 110. അപ്പോൾ ഏത് വാല്യൂ കൊടുക്കണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും ബൈനറി വാല്യൂ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ദാറ്റ് ഈസ് ബിൻ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ ഇസ് ഹെൽപ്പ്. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് വിച്ച് gives the details about any module, keyword, simple or topics. We use the help functions. നമ്മൾ ഹെൽപ്പ് ഫങ്ഷൻസിനകത്ത് കൊടുക്കുന്ന ഈ ആർഗ്യുമെൻ്റ് എന്താണോ അതെന്താണെന്ന് അതിൻ്റെ ഹെൽപ്പ് നമുക്ക് കിട്ടും. അത് നമുക്ക് നോക്കിക്കളയാം. ഹെൽപ്പ് ഇൻറ്റ് print പ്രിൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഓരോ ഓപ്ഷൻസും പാരാമീറ്റേഴ്സും എന്താണ്, എല്ലാ ഡീറ്റെയിൽസും ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ ഹെൽപ്പ് എന്താണ് ഇൻപുട്ട്. ഇൻപുട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരും. അതുപോലെ ഹെൽപ്പ് ഏത് ഇൻസ്ട്രക്ഷൻ വേണമെങ്കിൽ വയ്ക്കാം. BF നോക്കാം. ഹെൽപ്പ് ഫ്ലോട്ട് അത് പറയാം. ഹെൽപ്പ് ABS absolute value, it returns absolute value of an argument. ഇങ്ങനെയുള്ള ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണോ അതിൻ്റെയൊക്കെ ഹെൽപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആര് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ലെങ്ത് ഓഫ് എ സ്ട്രീം. ഒരു സ്ട്രിങ്ങിനകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടർ എത്രയാണ് ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് എത്രയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുകൂടെ നമുക്ക് നോക്കാം. LDN ഫംഗ്ഷൻ, LDN ഓഫ് സ്ട്രിങ് കൊടുക്കാം. 18 ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം. ചെറിയൊരു വാല്യൂ കൊടുക്കാം. LDN ABCD 4 എന്ന് ഡിസ്പ്ലേ ചെയ്യും. മനസ്സിലായില്ലേ? സോ LDN ഈസ് എ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് വിച്ച് റിട്ടേൺസ് ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ് ആണ് LDN എന്ന് പറഞ്ഞ ഫങ്ഷൻസ് ചെയ്യുന്നത്. മാക്സിമം, അപ്പം മാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് വിച്ച് റിട്ടേൺസ് മാക്സിമം വാല്യൂ ഇൻ എ ഗ്രൂപ്പ്. Max 34 5 6 78 6 9 35 78 എന്നാണ് ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ മിനിമം എന്ന് പറഞ്ഞ ഫങ്ഷൻസ് മിൻ ഈ വാല്യൂസ് എടുത്തേക്കാണ്. മിനിമം വാല്യൂ 5 ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, മാക്സിമം മിനിമം എന്ന് പറയുന്നതാണ് റൗണ്ട് ഓഫ്. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനാണ് ആക്ച്വലി റൗണ്ട് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം 3.77 എന്ന് പറഞ്ഞാൽ 2 പൊസിഷനിൽ റൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ 7 എന്തായിട്ട് മാറും, 7.8 ആയിട്ട് മാറും. അതുകൂടെ ഒന്ന് നമുക്ക് നോக்கலாம். റൗണ്ട് 56.98462 3 പൊസിഷൻ, 3 പൊസിഷനിൽ എന്ത് ചെയ്യും റൗണ്ട് ചെയ്തിട്ട് കിട്ടും നമുക്ക്.
56.988 എന്ന് പറഞ്ഞിട്ട് വരും. കാരണം 7 എന്തായിട്ട് മാറും, 6 സംതിങ് അല്ലേ ഉള്ളത്. മോർ ദാൻ 5 ആണെങ്കിൽ 8 ആയിട്ട് എന്ത് ചെയ്യും, റൗണ്ട് ഓഫ് ചെയ്ത്. ഇതാണ് റൗണ്ട് തന്നെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഇങ്ങനെ ഒരുപാട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. എല്ലാം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് പിന്നെ ഡെവലപ്പ് ചെയ്യാനും ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനും